Good afternoon all. Last class നമ്മൾ joining parts എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ പുതിയ ചാപ്റ്ററിലോട്ട് പോവാണ്. Let's read pictures. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്പറിന് പകരം പിക്ചർ യൂസ് ചെയ്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. നമ്മളൊരു പ്രോബ്ലത്തിലൂടെ അതിലോട്ട് പോവാണ്. ഫസ്റ്റ് വൺ നോക്കുക. ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രോബ്ലം ക്വിസ് കോമ്പറ്റീഷൻ. നോക്കുക. കല്യാണി looked curiously at the quiz master recording points in the math club quiz. If a team correctly answers a question given to them, they get a star. If they pass the question and another team answers it correctly, that team gets a triangle. അതായത് മാത്സ് ക്വിസ് കോമ്പറ്റീഷനിൽ ഓരോ ടീമിനോടും ചോദ്യം ചോദിക്കുമ്പോൾ റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഓരോ ടീമിനും ഓരോ സ്റ്റാർ ലഭിക്കും. ഇനി ആ ടീം അത് ആൻസർ പറഞ്ഞാൽ അടുത്ത ടീമിനെ പാസ് ചെയ്തിട്ട് ആ ടീം അതിന്റെ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞാൽ ആ ടീമിന് ഓരോ സ്റ്റാറും ലഭിക്കും. അപ്പോൾ ഓരോ ടീമിന് ലഭിക്കുന്ന സ്റ്റാറും ട്രയാങ്കിൾ യൂസ് ചെയ്താണ് അവിടെ സ്കോർ ചെയ്തിരിക്കുന്നത്. നോക്കുക. അപ്പോൾ ഓരോ ടീമിന് ലഭിച്ച സ്റ്റാറിന്റെയും ട്രയാങ്കിളിന്റെയും എണ്ണമാണ് താഴെ ടേബിളിൽ തന്നിരിക്കുന്നത്. അവിടെ 4 ടീം ഉണ്ടായിരുന്നു. ABCD എന്ന് പറഞ്ഞ 4 ടീംസ് ഉണ്ടായിരുന്നു. A എന്ന് പറഞ്ഞ ടീമിന് 4 സ്റ്റാറും 4 ട്രയാങ്കിളും കിട്ടി. അതായത് 4 ഡയറക്റ്റ് ആൻസേഴ്സും 4 പാസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കിട്ടി. B ടീമിന് 3 സ്റ്റാറും 2 ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു. C ടീമിന് 5 സ്റ്റാറും 3 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. D ടീമിന് 2 സ്റ്റാറും 3 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഓരോ സ്റ്റാറിനും 10 പോയിന്റ്സും ഓരോ ട്രയാങ്കിളിനും 5 പോയിന്റ്സും ആയിരുന്നു എങ്കിൽ ഓരോ ടീമിനും കിട്ടുന്ന സ്കോർ എന്തായിരിക്കും? നിങ്ങൾ നമ്മുടെ ആ ടോട്ടൽ പോയിന്റ്സിന്റെ അവിടെ എഴുതി വെച്ച് ഓരോ സ്റ്റാറിന് 10 മാർക്കും ഓരോ ട്രയാങ്കിളിനും 5 മാർക്കും ആയിരുന്നെങ്കിലോ 5 പോയിന്റ്സ് ആണെങ്കിൽ A ടീമിന് 4 സ്റ്റാറും 4 ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ 4 സ്റ്റാറിന് 40 പോയിന്റ്സ്, 4 ട്രയാങ്കിളിന് 20 പോയിന്റ്. അപ്പോൾ 40 + 20 60 പോയിന്റ്. അപ്പോൾ ടീം ബിക്ക് 3 സ്റ്റാറും 2 ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ 3 സ്റ്റാറിന് 30, 2 ട്രയാങ്കിളിന് 10. അപ്പോൾ 30 + 10 40. C ടീമിന് 5 സ്റ്റാർസും 3 ട്രയാങ്കിളും ഉണ്ട്. 5 സ്റ്റാർസിന് 50, 550. 3 ട്രയാങ്കിളിന് 3 × 5 15. അപ്പോൾ 50 + 15 65. അഗൈൻ ടീം ഡിക്ക് എത്ര കിട്ടും? അവിടെ 25 ആണ്. കാരണം 20 + 15 അങ്ങനെയാണ്. 2 സ്റ്റാറിന് 20, 3 ട്രയാങ്കിളിന് 15. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 20 + 15 35. അപ്പോൾ ടീം ഡിക്ക് 35. അങ്ങനെയാണെങ്കിൽ ഈ ക്വിസ് കോമ്പറ്റീഷൻ ജയിച്ചത് ആരാണ്? ടീം സി. ടീം സിക്ക് എത്ര സ്കോർ കിട്ടി? 65. അപ്പോൾ നോക്കി ഇവിടെ 10 പോയിന്റ്സിന് പകരം ഒരു സ്റ്റാറും 5 പോയിന്റ്സിന് പകരം ട്രയാങ്കിൾ യൂസ് ചെയ്തു. അപ്പോൾ നമ്പറിന് പകരം പിക്ചർ യൂസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി സ്റ്റുഡൻസ്? The table below shows the number of students in different divisions of class 5. നോക്കിക്കേ. 5Aയുടെ നേരെ 4 ബോയ്സിന്റെ പിക്ചറും 4 ഗേൾസിന്റെ പിക്ചറും. ഇങ്ങനെ ഓരോ ചെറിയ പിക്ചറും റെപ്രസെന്റ് ചെയ്യുന്നത് 5 ബോയ്സിനെയും 5 ഗേൾസിനെയാണ്. ഓക്കെ. അതായത് ബോയ്സിന്റെ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്ന 5 ബോയ്സിനെയും ഗേൾസിന്റെ ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്ന 5 ഗേൾസിനെയാണ്. അങ്ങനെയെങ്കിൽ 5Aയിൽ എത്ര ബോയ്സും എത്ര ഗേൾസ് ഉണ്ടാവും? 4 ബോയ്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 4 × 5 20. 4 ഗേൾസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 4 × 5 20. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 40. 5Aയിൽ 20 + 20 40. 5Bയിലോ 3 ബോയ്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 15. 5 ഗേൾസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 × 5 25. അപ്പോൾ 15 + 25 40 ഉണ്ടാവും 5Bയിൽ. 5Cയിലോ 4 ബോയ്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 20. 3 ഗേൾസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 15. 20 + 15 35. 5Dയിലോ 2 ബോയ്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 10. 3 ബോയ്സ് ഗേൾസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 15. അപ്പോൾ 10 + 15 25. 5Dയിലെ ടോട്ടൽ സ്റ്റുഡൻസ് 25. ഈ ടേബിൾ റിലേറ്റ് ചെയ്തിട്ട് താഴെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കുക. ഇൻ വിച്ച് ഡിവിഷൻ ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് മോർ? ഏത് ഡിവിഷനിലാണ് ഗേൾസിന്റെ എണ്ണം കൂടുതലുള്ളത്? ഗേൾസിന്റെ പിക്ചർ കൂടുതലുള്ളത് എവിടെയാ? 5Bയിൽ. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദാറ്റ് ഡിവിഷൻ? അവിടെ എത്ര ഗേൾസ് ഉണ്ട്? അപ്പോൾ 5 പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. 5 × 5 25 ഗേൾസും ഉണ്ടായിരുന്നു. ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ 5C? ഹൗ മെനി ഗേൾസ്? 5Cയിലെ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 4 പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. 4 × 5 അപ്പോൾ 20 ബോയ്സ് ഉണ്ട്. ഗേൾസോ 15. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ഡിവിഷൻ? ഓരോ ഡിവിഷനിലെയും ടോട്ടൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു. 5Aയിൽ 40, 5Bയിൽ 40, 5Cയിൽ 35 and 5Dയിൽ 25. Again last one. How many more girls than boys are there in all? അതായത് ടോട്ടൽ ബോയ്സിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് ടോട്ടൽ ഗേൾസ് ഉള്ളത്? അപ്പോൾ ടോട്ടൽ ബോയ്സിനെ എണ്ണം കണ്ടുപിടിക്കുക. ടോട്ടൽ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? 20 + 15 + 20 + 10. ടോട്ടൽ എത്ര വരും? 65. ടോട്ടൽ ഗേൾസോ 20 + 25 + 15 + 15 എത്ര വരും? 75. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 10. അപ്പോൾ മോർ ഗേൾസ് ഈസ് ഈക്വൽ ടു 75 - 65 ഈസ് ഈക്വൽ ടു 10. ക്ലിയർ ആയ? എവിടെയും നമ്പറിന് പകരം എന്താ റെപ്രസെന്റ് പിക്ചേഴ്സ് യൂസ് ചെയ്തു. തേർഡ് വൺ, സ്കൂൾ ലൈബ്രറി. ഒരു എക്സാമ്പിൾ നോക്കുക. ദ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ പഞ്ചായത്ത് യു പി സ്കൂൾ. ഒരു പഞ്ചായത്ത് യു പി സ്കൂളിലെ
ആ സ്കൂൾ ലൈബ്രറിയിലുള്ള ബുക്സിന്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് 5-6 കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും കുറെ ബുക്സിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് 100 ബുക്സിന് പകരമാണ്. അങ്ങനെയെങ്കിൽ അവിടെയുള്ള നോവൽസിന്റെ എണ്ണം എത്രയായിരിക്കും? നോവലിൽ നേരെ എത്ര പിക്ചേഴ്സ് ഉണ്ട്? 8 പിക്ചേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര നോവലുണ്ട്? 8 into 100 800 നോവലുണ്ട്. ഷോർട്ട് സ്റ്റോറിയോ 7 ബുക്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ 7 into 100 700. പോയമോ 5 ബുക്സിന്റെ പിക്ചർ ഉണ്ട്. 5 into 100 500. ഡ്രാമയോ 2 ബുക്സിന്റെ പിക്ചർ ഉണ്ട്. 2 into 100 200. ഓട്ടോബയോഗ്രഫിയോ 5 ബുക്സിന്റെ പിക്ചർ ഉണ്ട്. 5 into 100 500. ലാസ്റ്റ് അതേഴ്സോ അവിടെ ടോട്ടൽ 7 ബുക്സിന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 7 into 100 700. അപ്പൊ നോക്കിയേ, നോവൽ 800, ഷോർട്ട് സ്റ്റോറി 700, പോയം 500, ഡ്രാമ 200, ഓട്ടോബയോഗ്രഫി 500 ആൻഡ് അതേഴ്സ് 700. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3400 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഇത് റിലേറ്റഡ് രണ്ട് ക്വസ്റ്റ്യൻ ആണ് നോക്കുക. What types of books is the most? ഏത് ടൈപ്പ് ബുക്ക് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? നോവലാണ്. 800 ബുക്സ് ആണ് നോവലിൽ ഉള്ളത്. Then how many books does the library have in all? ലൈബ്രറിയിലുള്ള ടോട്ടൽ ബുക്സിന് എണ്ണം എന്താണ്? നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചാൽ എത്രയാണ്? 3400. Then ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, how many cars? Picture below shows the number of cars manufactured by a company from 2010 to 2013. 2010 മുതൽ 2013 വരെ ഒരു കമ്പനി മാനുഫാക്ചർ ചെയ്ത കാസിന്റെ എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ. അപ്പോൾ ഒരു കാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെ 10,000 കാസിനാണ്. അങ്ങനെയെങ്കിൽ 2010 അവിടെ ടോട്ടൽ എത്ര കാസ് കമ്പനി മാനുഫാക്ചർ ചെയ്തു? അവിടെ എത്ര കാസിന്റെ പിക്ചർ ഉണ്ട്? 6 കാസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ഒരു കാറിന്റെ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് 10,000 കാസിനാണ്. അപ്പോൾ 6 into 10,000 60,000 കാസ് ഉണ്ട്. 2011 അതിന്റെ നേരെ എത്ര കാസിന്റെ പിക്ചർ ഉണ്ട്? 10 കാസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ 10 into 10,000 1 lakh കാറാണ് 2011 പ്രൊഡ്യൂസ് ചെയ്തത്. 2012 അതിന്റെ നേരെ 7 പിക്ചേഴ്സ് ഉണ്ട്. 7 into 10,000 70,000 കാസ് ആണ് 2012 പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ 2013 നേരെ 8 കാസിന്റെ പിക്ചർ ഉണ്ട്. 8 അല്ല 9 കാസിന്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 9 into 10,000 90,000 കാസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, കാസിന്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് ഒരു കാറിന് പകരം 10,000 ആയിരുന്നു. ഇനി ടേബിളിൽ താഴെ 2 ക്വസ്റ്റ്യൻ നോക്കാം. In which year did they make the most number of cars? ഏത് ഇയറിലാണ് ഏറ്റവും കൂടുതൽ കാർ ഉണ്ടാക്കിയത്? ഏത് ഇയറിലാണ്? 2011. അത് എത്രയായിരുന്നു? 1 lakh. അടുത്ത how many more cars did they make in 2011 than 2013? 2011 2013 എത്ര കാറിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാക്കി? 2011 എത്രയായിരുന്നു? 1 lakh. 2013 90 lakh. സോറി 90,000. അപ്പൊ 90,000 1 lakh തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 10,000. അപ്പൊ 2011 2013 10,000 കാർസ് ആയിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത്. Then അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ പേരിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്, പിക്ചർ റെപ്രസെന്റേഷൻ. അത് നോക്കുക. The picture below shows world population in different years. കുറേ വർഷങ്ങളിലെ വേൾഡ് പോപ്പുലേഷനെ കുറിച്ചാണ് താഴെ കൊടുത്തത്. അങ്ങനെയുള്ള ഒരു ഹെഡിന്റെ പിക്ചർ കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഹെഡിന്റെ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് 100 crore പീപ്പിളിന് പകരമാണ് ഒരു ഹെഡിന്റെ പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ 1850 എത്ര ആയിരുന്നു നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ? ഒരു പിക്ചറിലേ ഉള്ളൂ. അപ്പൊ 100 crore ആയിരുന്നു നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ. അത് 1930 ആയപ്പോൾ എത്രയായിട്ട് മാറി? 200 crore ആയി. കാരണം 2 പിക്ചർ ഉണ്ടായിരുന്നു. അത് 1980 ആയപ്പോഴോ 400 crore ആയിട്ട് മാറി. അത് 2000 ആയപ്പോഴോ 600 crore ആയിട്ട് മാറി. 2011 എത്തിയപ്പോൾ അത് 700 crore ആയി. അപ്പൊ നോക്കിക്കേ, വലിയ ഒരു നമ്പർ അല്ലേ ഇത്? ഈ വലിയ നമ്പറിനെ ഏറ്റവും ഷോർട്ടാക്കി കാണിക്കാൻ പറ്റിയത് 100 crore എന്ന് പറയുന്ന വലിയ നമ്പറിന് പകരം ഒരു ചെറിയ ഹെഡിന്റെ പിക്ചർ കൊണ്ട് കാണിക്കാൻ പറ്റി. അപ്പൊ നോക്കി, അതുപോലെ തന്നെ നമുക്ക് 2011 2000 പോപ്പുലേഷനുള്ള ഡിഫറൻസ് എത്രയായിരുന്നു? 100 crore 10 വർഷം കൊണ്ട് 100 crore ഡിഫറൻസ് ഉണ്ടായി. അതുപോലെ തന്നെ 1850 1930 നോക്കി, ആദ്യമേ 1850 മുതൽ 1930 വരെ അവിടെ 80 ഇയേഴ്സ് കൊണ്ടാണ് 100 crore വ്യത്യാസം ഉണ്ടായത്. അപ്പൊ 2010 അവിടെ 10 ഇയേഴ്സ് കൊണ്ട് 100 crore വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള കമ്പാരിസൺ നടത്താൻ എളുപ്പമില്ലേ? കുറെ വർഷത്തെ വേൾഡ് പോപ്പുലേഷൻ കമ്പാരിസൺ നടത്താൻ പറ്റും. അപ്പൊ ഈ ഓരോ പിക്ചർ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? വലിയ നമ്പറിനെ ഷോർട്ടാക്കി കാണിക്കാനും തമ്മിൽ കമ്പാരിസൺ നടത്താൻ എളുപ്പമല്ലായിരുന്നു. അപ്പൊ നോക്കുക, ഇങ്ങനെ പിക്ചർ യൂസ് ചെയ്ത് ന്യൂമറിക്കൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പിക്ടോഗ്രാം ഓർ പിക്ടോഗ്രാഫ്. പിക്ടോഗ്രാം ഓർ പിക്ടോഗ്രാഫ്, ഇത് രണ്ടും ഒരേ കാര്യത്തെയാണ് കാണിക്കുന്നത്. പിക്ടോഗ്രാം എന്നോ പിക്ടോഗ്രാഫ് എന്നോ പറയാം. പേരായോ? പിക്ടോഗ്രാം ഓർ പിക്ടോഗ്രാഫ്. അതിന്റെ ഒരു ഡെഫിനിഷൻ കണ്ടുകൊടുക്കുക. The method of showing numerical information using pictures is called
pictogram or pictograph. The method of showing numerical information by using pictures is called pictogram or pictograph. Then I added it is a convenient method to exhibit information involving large numbers. It also makes comparison easy. എന്താണ് പറഞ്ഞത്? പിക്ചർ യൂസ് ചെയ്ത് ന്യൂമറിക്കൽ ഡാറ്റ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് പിക്ടോഗ്രാം അല്ലെങ്കിൽ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലാർജ് നമ്പർ ഉള്ള ന്യൂമറിക്കൽ ഡാറ്റയെ വളരെ എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ കമ്പാരിസൺ, പല ഇയറിലെ അല്ലെങ്കിൽ പല ഇയറിൽ മാനുഫാക്ചർ ചെയ്ത കാർ അല്ലെങ്കിൽ പല ഇയറിലെ പോപ്പുലേഷൻ, ഇതൊക്കെ കമ്പാരിസൺ നടത്താനും പിക്ടോഗ്രാം കൊണ്ട് വളരെ എളുപ്പമുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പിക്ടോഗ്രാം ഉപയോഗിക്കുന്നത്, എന്താണ് പിക്ടോഗ്രാഫ് എന്ന് മനസ്സിലായോ? ഓക്കെ, അടുത്ത സെക്ഷൻ ഉണ്ട്. അനദർ പിക്ചർ. അവിടെ നോക്കിക്കേ, തൊട്ടടുത്ത പേരിൽ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. അവിടെ എന്തൊക്കെ കാണാം? അവിടെ ഒരു ഇതുപോലെ ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഈ വെർട്ടിക്കൽ ലൈൻ ഹൊറിസോണ്ടൽ ലൈനിൽ കുറെ റെക്ടാങ്കിളിന്റെ പിക്ചേഴ്സ് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അടുത്തടുത്ത് ഈക്വൽ ഡിസ്റ്റൻസില് ഈക്വൽ വിഡ്ത്തുള്ള കുറെ റെക്ടാങ്കിൾസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ പിക്ചർ നോക്കിക്കേ, അവിടെ 5 റെക്ടാങ്കിൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വെർട്ടിക്കൽ ലൈനിൽ ഓരോ മാർക്കിംഗ് ഉണ്ട്. 0, 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാർക്കിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇത് എന്തിനെ കാണിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The picture below shows the number of children in a class who got various grades in the mathematical exam in half yearly examination. Maths examine ആക്ച്വലി ഒരു ഹാഫ് ഇയർലി എക്സാം, മാത്സ് ഹാഫ് ഇയർലി എക്സാമിനേഷന് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡിന്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് the number 1, 2, 3, 4 marks on the vertical line shows the number of students. So ഇവിടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലൈനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ ആണ്. മാർക്ക് കിട്ടിയ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണത്തെ കാണിക്കുന്നത്. ദ ഗ്രേഡ്സ് എ ബി സി ഡി ഇ, ഇവിടെ 5 റെക്ടാങ്കിൾസ് ഉണ്ടായിരുന്നല്ലോ, അതിന് താഴെ എ ബി സി ഡി എന്ന് എഴുതിയിട്ടുണ്ട്. ആ എ ബി സി ഡി എന്നുള്ള ഹൊറിസോണ്ടലിൽ മാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഓരോ ഗ്രേഡിനെയും കാണിച്ചത്. അപ്പൊ നോക്കുക, ഈ പിക്ചറിൽ ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈനിന് താഴെ അത് എന്തിനെ കാണിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ റെക്ടാങ്കിളിന് താഴെ ഓരോ റെക്ടാങ്കിൾ എന്തിനെ കുറിച്ചാണ്, ഏത് ഗ്രേഡിനെ, ഇവിടെ ഗ്രേഡ് ആയതുകൊണ്ട് ഏത് ഗ്രേഡിനെ കാണിക്കുന്നുണ്ട്. അടുത്ത വെർട്ടിക്കൽ ലൈനിൽ ഓരോ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗ് കൊണ്ടാണ് ഇവിടെയുള്ള സാധനത്തിന്റെ നമ്പറിനെ കാണിക്കുന്നത്. ദെൻ ഈ ഓരോ റെക്ടാങ്കിളിന്റെയും ഹൈറ്റ് കൊണ്ടാണ് ആ റെക്ടാങ്കിൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ആക്ച്വൽ നമ്പർ നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഈ പിക്ചറിൽ ഹൊറിസോണ്ടൽ ലൈനിലുള്ള ഫസ്റ്റ് റെക്ടാങ്കിൾ നോക്കുക, എ എന്നാണ് അതിന്റെ താഴെ നിൽക്കുന്നത്. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ആ റെക്ടാങ്കിൾ കൊണ്ട് കാണിക്കുന്നത്. നോക്കൂ, ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എവിടെ വരെയാണ് പോയി നിൽക്കുന്നത്? കൃത്യം 8ന് നേരെയാണ് പോയി നിൽക്കുന്നത്. അതായത് എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം ലെഫ്റ്റിലെ ആ വെർട്ടിക്കൽ ലൈനിലുള്ള 8 എന്ന് പറഞ്ഞ മാർക്കിങ്ങിന് നേരെ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. തൊട്ടടുത്ത ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ പേജിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് 8. ബി ഗ്രേഡോ? ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിന്റെ ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എവിടെയാണ് പോയി? ഏറ്റവും ഹൈറ്റ് എവിടെയാണ് പോയി നിൽക്കുന്നത്? ആ 10 എന്ന് എഴുതിയ മാർക്കിങ്ങിന് നേരെയാണ്. അതായത് നമ്മൾ നോക്കേണ്ടത് ഈ മാർക്കിംഗ് സപ്പോസ് ഇവിടെയായിരുന്നു മാർക്കിംഗ്. നോക്കുക, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കെയിൽ കൊണ്ട് വെക്കുക. ആ സ്കെയിൽ ഈ റെക്ടാങ്കിളിന്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത സ്കെയിൽ കൊണ്ട് വെക്കുക. ആ സ്കെയിലിന് ഈ ലെഫ്റ്റിലെ വെർട്ടിക്കൽ ലൈനിൽ ഏത് മാർക്കിങ്ങുമായിട്ടാണോ കോയിൻസൈഡ് വരുന്നത് അതായിരിക്കും ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ്. ഇതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ എ ഗ്രേഡിന്റെ കുട്ടികളുടെ എണ്ണം ഇവിടെ എന്ത് പറയാം? 4ന് നേരെയാണ് നിൽക്കുന്നത്. അതായത് എ ഗ്രേഡ് കുട്ടികളുടെ എണ്ണം 4 ആണ്. ഈ എക്സാമ്പിളിലോ ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 10ന് നേരെയാണ് നിൽക്കുന്നത്. ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് അപ്പോൾ 10 ആണ് ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം. 10 സ്റ്റുഡൻസിന് ബി ഗ്രേഡ് കിട്ടി. സി ഗ്രേഡ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ റെക്ടാങ്കിൾ ഹൈറ്റ് 9ന്റെ നേരെയാണ് നിൽക്കുന്നത്. ഡി ഗ്രേഡ് നോക്കിക്കേ, ഡി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം അത് 5ന് നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ 5 ആണ്. 5 സ്റ്റുഡൻസിന് ഡി ഗ്രേഡ് കിട്ടി. സോറി, ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണമോ അത് 1ന് നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 1 ആണ്. ഇങ്ങനെ പിക്ചർ ആയിട്ട് എന്താണ് റെക്ടാങ്കിൾ യൂസ് ചെയ്ത് ന്യൂമറിക്കൽ ഡാറ്റയെ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ബാർ ഡയഗ്രാം ഓർ ബാർ ഗ്രാഫ്. അടുത്തൊരു ടേമാണ് ബാർ ഡയഗ്രാം ഓർ ബാർ ഗ്രാഫ്. ഇങ്ങനെ ഓരോ റെക്ടാങ്കിളും പറയുന്ന പേരാണ് ഓരോ ബാറുകളെന്ന്. ബാർ ഡയഗ്രാം ഓർ ബാർ ഗ്രാഫ് അതൊക്കെ കൊടുക്കാൻ എന്താണ്? The method of showing numerical information using rectangles is called bar diagram or bar graph. The method of showing numerical information by using rectangle is called bar diagram or bar graph. Rectangle use ചെയ്ത് numerical information represent ചെയ്യുന്നതിന് പറയുന്ന പേരാണ് bar diagram അല്ലെങ്കിൽ bar graph. Clear ആയോ? Okay, അപ്പോൾ next ഒരു example കൂടെ നോക്കാം, നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. Next one, the picture below shows the runs scored by the Indian cricket team in the first 5 overs of a match. അതായത്
ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ക്രിക്കറ്റ് മാച്ചിൽ ആദ്യത്തെ 5 ഓവറിൽ സ്കോർ ചെയ്ത റൺസിനെ കുറിച്ചാണ് താഴത്തെ ബാർ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുക, അവിടെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. നോക്കുക അവിടുത്തെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനിനെ പ്രത്യേകം എന്താ നോക്കാം. അവിടുത്തെ ഹൊറിസോണ്ടൽ ലൈൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈനിനെ മാർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? റൺസിനെ കുറിച്ചാണ്. ഓരോ ഓവറും എടുത്ത റൺസിനെ കുറിച്ചാണ് ഓരോ ടേബിളും റെപ്രസെന്റ് ചെയ്യുന്നത്, ഓരോ റെക്ടാങ്കിളും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ വെർട്ടിക്കൽ ലൈനിലെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ 1 2 3 എഴുതാം. ഇവിടെ എന്താണ് നമ്മൾ എടുത്തത്? 0 5 10 15 20 എന്നാണ്. അതായത് സപ്പോസ് ഇവിടെ നോക്കുക 0 5 10 20 പിന്നെ 5 വെച്ചാണ് കൂടി പോയത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഈ റെക്ടാങ്കിൾ ഹൈറ്റ് എടുക്കുമ്പോൾ സ്കെയിൽ വെച്ചിട്ട് നേരെ ഇതിന്റെ ടോപ്പിൽ കൊണ്ട് വെക്കുക. നേരെ കോൺസൈഡ് ചെയ്തിരിക്കുന്ന ഏത് മാർക്കിങ്ങുമായിട്ടാണ് അതായിരിക്കും എടുക്കുന്നത്. ആക്ച്വലി ഈ റെക്ടാങ്കിൾ ഈ സപ്പോസ് ഈ റെക്ടാങ്കിൾ ഹൈറ്റ് ആണെന്നാണ് 20യുടെ നേരെയാണ് നിൽക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ സ്കെയിൽ വെച്ച് കണ്ടത് എത്രയേ ഉള്ളൂ? 4 സെന്റിമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ റെക്ടാങ്കിളിന്റെ ആക്ച്വലി റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓവറിൽ അടിച്ചെടുത്ത സ്കോർ ചെയ്ത റൺസിനെ കുറിച്ചാണ്. അപ്പൊ ഫസ്റ്റ് ഓവറിൽ എത്ര റൺസ് അടിച്ചെടുത്ത്? ആക്ച്വലി റെക്ടാങ്കിൾ ഹൈറ്റ് 4 ഉള്ളൂ, സ്കെയിൽ വെച്ച് എടുക്കണം. പക്ഷേ ഈ റെക്ടാങ്കിളിന്റെ ടോപ്പ് ഇവിടെയായിട്ട് കോൺസൈഡ് നിൽക്കുന്ന ഏത് നമ്പറുമായിട്ടാണ്? 20 ആയിട്ടാണ്. അതായത് 4 സെന്റിമീറ്റർ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 5 10 15 20 എന്നാണ്. അപ്പൊ ഫസ്റ്റ് ഓവറിൽ അടിച്ചെടുത്ത സ്കോർ എത്രയാണ്? 20 ആണ്. മനസ്സിലായോ? അത് എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത് മനസ്സിലായോ? അതായത് ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ഇവിടുത്തെ വെർട്ടിക്കൽ ലൈനിലെ ഏത് മാർക്കിങ്ങുമായിട്ടാണോ പോയിന്റ് സൈഡിൽ നിൽക്കുന്നത് അതായിരുന്നു ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ ഫസ്റ്റ് ഓവറിൽ സ്കോർ ചെയ്ത റൺസ് എത്രയാണ്? ഈ എക്സാമ്പിളിൽ 10. ഇനി നമ്മുടെ ആക്ച്വൽ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ഓവറിൽ എത്രയാണ് അവിടെ പോയിന്റ് സൈഡിൽ നിൽക്കുന്നത്? 15ന്റെ നേരെയാണ് പോയിന്റ് സൈഡിൽ നിൽക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓവറിൽ സ്കോർ ചെയ്ത റൺസ് 15. സെക്കൻഡ് ഓവറിലോ 5ന് നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഓവറിൽ സ്കോർ ചെയ്തത് 5. തേർഡ് ഓവറിലോ ആ റെക്ടാങ്കിൾ ആയിട്ട് നേരെ കോയിൻസൈഡ് നിൽക്കുന്ന 30 റൺസിന്റെ ആണ്. അപ്പൊ 30 ആണ്. അടുത്തത് ഫോർത്ത് ഓവറിലോ 20 ആൻഡ് ലാസ്റ്റ് ഓവർ അഗൈൻ 5. then ഈ ഗ്രാഫിന് താഴെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് നോക്കുക. in which over did the team score the most run? ഏത് ഓവറിലാണ് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത്? തേർഡ് ഓവറിലാണ്. എത്രയാണ്? 30 runs. what is the total runs scored in the first 3 hours? ആദ്യത്തെ 3 ഓവറിലൂടെ എത്രയാണ് സ്കോർ ചെയ്തത്? ഫസ്റ്റ് ഓവറിൽ 15, സെക്കൻഡ് ഓവറിൽ 5, തേർഡ് ഓവറിൽ 30. അപ്പോൾ ടോട്ടൽ വരും 50. 15 plus 5 20, 20 plus 30 50. then next one, what is the total runs scored in the first 5 over? ആദ്യത്തെ 3 ഓവറിലൂടെ 50 ഉണ്ട്. then അടുത്ത 2 ഓവറിലോ നോക്കുക. അടുത്ത ഫോർത്ത് ഓവറിൽ 20, again ലാസ്റ്റ് ഓവറിൽ 5. ടോട്ടൽ എത്ര വരും? 75. അപ്പോൾ ആകെ 5 ഓവറിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്കോർ ചെയ്ത എത്ര റൺസ് ആണ്? 75 റൺസ്. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്കിംഗ് കാണിച്ചപ്പോൾ വെർട്ടിക്കൽ ലൈനിലെ മാർക്കിംഗ് എങ്ങനെയാണ്? 0 5 10 അങ്ങനെയായിരുന്നു. then next നോക്കുക. അടുത്തൊരു എൻറോൾമെന്റിന്റെ പ്രോബ്ലമാണ്. എൻറോൾമെന്റ്. the enrollment of children in class 1 of a school in 5 years is given in the bar graph below. നമുക്ക് ആ ബാർ ഗ്രാഫിൽ ഒരു സ്കൂളിലോട്ട് കുറെ വർഷത്തിൽ 2009 മുതൽ 2013 വരെ ജോയിൻ ചെയ്ത കുട്ടികൾ, 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക 2009 നോക്കിക്കുക ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എവിടെ വരെയാണ് പോയിരിക്കണേ? അവിടെ നോക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ മാർക്കിംഗ് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? അവിടെ 0 10 20 30 40 എന്നാണ്. നോക്കുക 5 10 എന്നുള്ളത് മാറി 10 വീതമാക്കി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് റെക്ടാങ്കിൾ ഹൈറ്റ് എങ്ങോട്ടാണ് നിൽക്കുന്നത്? ഏത് രണ്ട് നമ്പറിന്റെ ഇടയ്ക്കാണ് ഇവിടെ വന്നേക്കുന്നത്? 80ക്കും 90ക്കും ഇടയ്ക്കാണ്. അങ്ങനെയെങ്കിൽ 2009 എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം എത്രയാണ്? 85. 80ക്കും 90ക്കും മിഡിൽ ആയതുകൊണ്ട് 85 എന്നെടുത്തു. then 2010 70ക്കും 80ക്കും ഇടയ്ക്കാണ്, അത് മിഡിൽ ആയതുകൊണ്ട് നമ്മൾ 75 എന്നെടുത്തു. then 2011 എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു? അവിടെയും 60ക്കും 70ക്കും ഇടയ്ക്കാണ്, നമ്മൾ അത് 65 എന്നെടുത്തു. 2012 അത് 90ക്കും 100നും ഇടയ്ക്കാണ്, നമ്മൾ 95 എന്നെടുത്തു. ലാസ്റ്റ് 2013 ജോയിൻ ചെയ്ത കുട്ടികൾ എത്ര എണ്ണമാണ്? 100 മേളിലാണ്, അത് 105 നമ്മൾ എടുത്തു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. in which year did the most number of children join? ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തത്? അപ്പൊ ഏത് റെക്ടാങ്കിൾ ആണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത്? 2013 എഴുതിയ അതിന്റെ മുകളിലുള്ള റെക്ടാങ്കിൾ. അപ്പൊ ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 105 നേരെ. അപ്പൊ എത്ര കുട്ടികളാണ് ആ വർഷം ജോയിൻ ചെയ്തത്? 2013 ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തത്. ആ വർഷം 105 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. അടുത്ത in which the enrollment is more? 2012 or 2013? how many more? 2012 2013 കൂടുതൽ എൻറോൾമെന്റ് ഉണ്ടായത്? എത്രയാണ് കൂടുതൽ ഉണ്ടായത്? 2012 13 കൂടുതൽ? എവിടെയാണ് കൂടുതൽ? 2013. 2012 95 ആയിരുന്നു, 2013 105. അപ്പൊ എത്രയാണ് കൂടുതൽ ഉണ്ടായത്? 10 സ്റ്റുഡൻസ് ആണ് 2013 കൂടുതലായിട്ട് ജോയിൻ ചെയ്തത്. അടുത്തത് in which year did the enrollment is least? ഏറ്റവും കുറവ് എവിടെയാണ് ഉണ്ടായത്? 2011. ശരിയല്ലേ? how many less than the previous year? how many less than the previous year? തൊട്ട് മുൻപിലത്തെ വർഷത്തേക്കാൾ എത്ര കുറവാണ് വന്നത്? അവ 2011
11 ഏറ്റവും കുറവ് വന്നത് എത്രയാണ് 65. അങ്ങനെയാണെങ്കിൽ 2010 എത്രയായിരുന്നു 75. അപ്പൊ എത്രയാണ് ഡിഫറൻസ് ഉണ്ടായത്? 2010-നേക്കാൾ 10 ചിൽഡ്രൻ കുറവാണ് 2011 എൻറോൾ ചെയ്തത്. അപ്പൊ എവിടെയാണ് കുറവ്? എത്രയാണ്? 10 സ്റ്റുഡൻസ്. Then last one, time for TV. The bar diagram below shows information collecting on TV viewing. TV കാണുന്ന ആൾക്കാരുടെ എണ്ണത്തെ കുറിച്ചാണ് താഴത്തെ ബാർ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുക, താഴെ കൊടുത്തിട്ടുണ്ട് 1 2 3 4 ഓരോ റെക്ടാങ്കുലർ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ മണിക്കൂറുകൾ കാണുന്ന ആൾക്കാരുടെ എണ്ണത്തെ കുറിച്ചാണ്. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കി, ആ വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 2 4 6 8 10. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഓരോ സെന്റിമീറ്റർമാരും 2 4 6 എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ട് ആൾക്കാരുടെ എണ്ണം വെച്ചാണ്, അതായത് ടി വി വ്യൂവേഴ്സിന്റെ എണ്ണം 2 4 6 8 എന്നാണ് ഓരോ മാർക്കിംഗ് കാണിക്കുന്നത്. അവിടെ നോക്കുക, ഓരോന്നിനെ ഹൈറ്റ് ഏതിനെയാണ് കോൺസെൻട്രേറ്റ് നിൽക്കുന്നത് അതായിരിക്കും ഓരോ ബാറിന്റെയും ഹൈറ്റ് വെച്ച് അതിന്റെ എണ്ണത്തെ കാണിക്കുന്നത്. നോക്കുക, അപ്പൊ 1 അവർ ടി വി കാണുന്നവരുടെ എണ്ണം എത്രയാണ്? അത് 14 നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ 1 അവർ ടി വി കാണുന്ന ആൾക്കാരുടെ എണ്ണം 14 ആണ്. 2 അവർ ടി വി കാണുന്നവരുടെ എണ്ണം 16 ആണ്. 3 അവർ ടി വി കാണുന്നവരുടെ എണ്ണം 20 ആണ്. 4 അവർ ടി വി കാണുന്നവരുടെ എണ്ണം 18 ആണ്. അഗൈൻ 5 അവേഴ്സ് ടി വി കാണുന്നവരുടെ എണ്ണം 10 ആണ്. നോക്കുക, അങ്ങനെയെങ്കിൽ how many people watch TV for exactly 1 hour? ഒരു മണിക്കൂർ കൃത്യം ടി വി കാണുന്നവരുടെ എണ്ണം എത്രയാണ്? കൃത്യം ഒരു മണിക്കൂർ കാണുന്നത് 14. ശരിയല്ലേ? ആ ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ മാത്രം ഹൈറ്റ് നോക്കുക, എത്രയാണ് പോയിന്റ് സൈഡ് നിൽക്കുന്നത്? 40 ആയിട്ടാണ്. അപ്പം 14. How many spend 3 hours for watching TV? എത്ര പേരാണ് 3 മണിക്കൂർ ടി വി കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത്? അപ്പൊ നോക്കുക, 3യുടെ നേരെ റെക്ടാങ്കിളിന്റെ നേരെ മുകളിലുള്ള റെക്ടാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? 20യുടെ നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ എത്രയാണ് 3 hours വാച്ചിങ് ടി വി വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 20. Again, how many spend more than 2 hours for watching TV? 2 മണിക്കൂറിൽ കൂടുതൽ ടി വി കാണാൻ സമയം ചെലവാക്കുന്നവരുടെ എണ്ണം എത്രയാണ്? അപ്പൊ 3 hours കാണുന്നവരെ എടുക്കണം, 4 hours കാണുന്നവരെ എടുക്കണം, 5 hours കാണുന്നവരെ എടുക്കണം. 3 hours കാണുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 3 hours ടി വി കാണുന്നവരുടെ എണ്ണം 20, 4 hours ടി വി കാണുന്ന ആൾക്കാരുടെ എണ്ണം 16, 5 hours ടി വി കാണുന്ന ആൾക്കാരുടെ എണ്ണം 10. അപ്പൊ ടോട്ടൽ എത്ര വരും? 36 plus 10 46. നോക്കുക, 46 people 46 പേര് എന്ത് ചെയ്യുന്നുണ്ട്? 46 വ്യൂവേഴ്സ് 2 മണിക്കൂറിൽ കൂടുതൽ ടി വി കാണുന്നവരാണ്. ശരിയല്ലേ? 3യുടെ 20 plus 16 plus 10. ശരിയല്ലേ? ഓക്കെ, സോറി, 20 plus 16 അല്ല, 20 plus 18 plus 10. അപ്പൊ ടോട്ടൽ എത്ര വരും? 48. കാരണം 4 hours ടി വി കാണുന്നവരുടെ എത്രയാണ്? 18 ആണ്. ഓക്കെ, then make more question based on this. ഇത് റിലേറ്റ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് പറയാം, ഏറ്റവും കുറവ് ടി വി കാണുന്നവരാണ് അവിടെ, ഏറ്റവും ലീസ്റ്റ് ടി വി വ്യൂവേഴ്സ് എത്ര മണിക്കൂറാണ്? 5 hours കാണുന്നവരാണ്. ഇനി 2 hours 3 hours ടി വി കാണുന്നവരുടെ ഡിഫറൻസ് എത്രയാണ്? അങ്ങനെ പറയാം, ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് വ്യൂവേഴ്സ് ഇൻ 2 hours and 3 hours. 2 hours 3 hours കാണുന്ന ആൾക്കാരുടെ എണ്ണം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകാം. അപ്പൊ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് പിക്ടോഗ്രാം എന്താണെന്നും ബാർ ഡയഗ്രാം എന്താണെന്നും പഠിക്കുന്നത്. ഈ പിക്ടോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പറിന് പകരം ന്യൂമറിക്കൽ ഡേറ്റയ്ക്ക് പകരം പിക്ചർ യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് പിക്ടോഗ്രാം എന്ന് പറയുന്നത്. അടുത്തത് ബാർ ഡയഗ്രാം എങ്ങനെയാണ് റീഡ് ചെയ്യാം? ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനുകൾ അതിനകത്ത് കുറെ റെക്ടാങ്കിൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ആ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് കൊണ്ടാണ് ഓരോ ന്യൂമറിക്കൽ ഡേറ്റയും കാണിക്കുന്നത്. ദെൻ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ എന്തിനെ കുറിച്ചാണുള്ളത് കാണിക്കുന്നു. ഇവിടെ അതിന്റെ നമ്പേഴ്സിനെ കുറിച്ച് കാണിക്കുന്നു. നോക്കുക, വെർട്ടിക്കൽ ലൈനിൽ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലാസ് 1 ക്ലാസ് 2 ഉള്ള കുട്ടികളുടെ എണ്ണം വെച്ചു. ഇപ്പൊ കുട്ടികളുടെ എണ്ണത്തെ ഓരോ ക്ലാസ്സിനെയും ഓരോ ബാറുണ്ട്, അതായത് ഓരോ റെക്ടാങ്കിൾ ഓരോ ബാർ എന്നാണ് പറയുന്നത്. ഓരോ ബാറുകൊണ്ട് നമ്പർ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം, സ്റ്റുഡൻസിന്റെ എണ്ണത്തിനെ ആ ബാറിന്റെ ഹൈറ്റ് കൊണ്ടാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഹൈറ്റ് റീഡ് ചെയ്യേണ്ടത്? ഓരോ റെക്ടാങ്കിളിനെയും മേലിന്റെ ഒരു സ്കെയിൽ കൊണ്ട് വെക്കുക. അത് ലെഫ്റ്റിലുള്ള വെർട്ടിക്കൽ ലൈനിൽ എങ്ങോട്ടാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് ആ നമ്പർ നോക്കുക. അപ്പൊ ഇവിടെ 0 1 2 3 ആണെങ്കിൽ അങ്ങനെ തന്നെ ആൻസർ വരും. ഇപ്പൊ 5 10 20 50 ആണെങ്കിൽ അതിന് നേരെ വരുന്നത് 50 ആണ്, 50 വരും. ഇപ്പൊ ഓരോരുത്തരും 2 4 6 8 എന്നാണ് എടുക്കുന്നതെങ്കിൽ ആ 2 4 6 8 എന്നുള്ള ഇവിടെ മാർക്കിംഗ് ആണ് അത് നോക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും റെക്ടാങ്കിളിന്റെ ലെങ്ത് ബ്രെഡ്ത്തും മെഷർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ റെക്ടാങ്കിൾ വെർട്ടിക്കൽ ലൈനിലെ മാർക്കിംഗ് ഏതുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഈ റെക്ടാങ്കിളിൽ ഫസ്റ്റ് 1ാം ക്ലാസ്സിലുള്ള കുട്ടികളാണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ 10 20 30 40 ആണ് വെച്ചോ. ഇവിടെ 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 40 സ്റ്റുഡൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? പക്ഷെ നമ്മൾ ആക്ച്വലി മെഷർ ചെയ്ത് എത്ര സെന്റിമീറ്റർ കാണുള്ളൂ? 4 സെന്റിമീറ്റർ ഇവിടുത്തെ ഹൈറ്റ് കാണുള്ളൂ. പക്ഷെ ഈ 40 മാറ്റി നിൽക്കുന്ന ഇങ്ങോട്ടാ അതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 40 ആയിരിക്കും. 1ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 40. അപ്പൊ ബാർ ഡയഗ്രാം റീഡ് ചെയ്യാനും പിക്ടോഗ്രാം റീഡ് ചെയ്ത് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാനും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിനകത്ത് എഴുതേണ്ടത് നമ്മൾ ആ പിക്ടോഗ്രാം എഴുതിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി വെക്കുക. ഈ ഹൗ മെനി സ്റ്റുഡൻസ് എന്നുള്ളതോ സ്കൂൾ ലൈബ്രറിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം അതേപോലെ തന്നെ ആ ടേബിൾ വരച്ച് അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. ദെൻ ഇതിൽ ഏതെങ്കിലും ഒരു ബാർ ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ബാർ ഡയഗ്രാം കൂടി അതുപോലെ വരച്ചതിൽ താഴെയുള്ള ക്വസ്റ്റ്യൻ കൂടെ മോഡലായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.